അച്ഛനാണ് കലാരംഗത്തേക്ക് കൊണ്ടുവന്നത്. എങ്ങനെയായിരുന്നു അച്ഛൻ അത് ചേർത്തത് നാടക അത് ട്രൂപ്പിൽ? അച്ഛൻ ഞങ്ങളൊരു സിനിമ കാണാൻ കൊണ്ടുപോയി. അന്ന് ഞങ്ങൾക്ക് അവിടെ പമ്പാക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് തിയേറ്ററൊന്നുമില്ല, വളരെ കുഗ്രാമ. അന്ന് പിന്നെ എല്ലായിടത്തും തിയേറ്ററൊന്നുമില്ല. പിറവം എന്ന് പറയുന്ന സ്ഥലത്ത് വേണം. അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് ബസ്സുണ്ട്, തിരിച്ചു വരുമ്പോൾ ബസ്സില്ല. ഒരു പപ്പടവടയും ഒരു കടുങ്കാപ്പി മേടിച്ചൊരു സിനിമ കഴിയുമ്പോൾ. അപ്പം അതിൻ്റെ പോപ്കോൺ ഒന്നും ഇല്ല അല്ലേ? ഇല്ല, പോപ്കോണൊന്നുമില്ല, പപ്പടവടയാണ് ഉള്ളത്. അതേതോ ഒരു പെട്ടിക്കട പോലെ ഒരു കടയുണ്ട് തിയേറ്ററിൻ്റെ മുന്നിൽ. അപ്പോൾ അത് കിട്ടും ഞങ്ങൾക്ക്. അപ്പോൾ സിനിമ കാണാൻ എല്ലാവർക്കും ചെറുതിലാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെ പോയി സിനിമ കണ്ട് ഈ പപ്പടവടയും കടുങ്കാപ്പിയും കഴിയുമ്പോഴേക്കും ക്ഷീണമായി. നടന്നു വരണം വരെ 2-3 മൈൽ നടന്ന് വേണം രാത്രിയിലേ. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട സിനിമ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡാൻസ് ചെയ്യുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, ആനത്തലയോളം വെണ്ണ തരാമുണ്ടായിരുന്നു. നല്ലൊരു പാട്ടല്ലേ? അപ്പോൾ ഞാൻ കൊച്ചാണെങ്കിലും അതിങ്ങനെ ആനത്തലയോളം ഇങ്ങനെയൊക്കെ പാടി. ചുമ്മാ പാടാനൊന്നും എനിക്കറിയില്ല, ഇങ്ങനെ ചുമ്മാ കാണിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ എന്നാൽ ഇവിടെ അങ്ങ് ഡാൻസ് പഠിപ്പിക്കാം. അങ്ങനെയാണ് എന്നെ ഡാൻസ് പഠിപ്പിക്കാനാക്കിയത്. അങ്ങനെ ഡാൻസിലൂടെയാണ് അപ്പം നാടക രംഗത്തേക്ക് വരുന്നത്. അതെ, അതും അച്ഛൻ തന്നെയാണോ? അതും അച്ഛൻ തന്നെ. പിന്നെ അച്ഛൻ ഒരു നാടകം കണ്ടു, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയാണ്. എനിക്കൊന്നും അത്ര ഓർമ്മയില്ല, അതിൻ്റെ പ്രമേയം അങ്ങനെയൊന്നും അറിഞ്ഞിട്ടല്ല. നല്ല പെണ്ണുങ്ങൾ ചുവന്ന ചുണ്ടും ഒക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആകർഷണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അഭിനയിക്കണമെന്നോ സ്റ്റേജിൽ കയറണമെന്നോ മോഹിച്ചിട്ടേ ഇല്ല. അപ്പോൾ അച്ഛനോട്ടുന്ന ഇവിടെ അങ്ങ് നാടകത്തിലാണ്. അച്ഛനാണല്ലേ? അങ്ങനെയൊക്കെയാണ് ഞാൻ നാടകത്തിലേക്ക്